All of you welcome. In this video we are discussing when the cost of the previous owner will be the cost of acquisition of the SSC. When the cost of the previous owner deemed to be the cost of acquisition. Clear ആയോ? നമ്മളുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? The amount incurred by the SSC for acquiring the asset. In some cases, if the SSC acquire the assets in the following manner, the cost of the previous owner will be treated as the cost of acquisition. പ്രീവിയസ് ഓണറിൻ്റെ കോസ്റ്റ് എപ്പോഴൊക്കെയാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ട്രീറ്റ് ചെയ്യുക, അതാണ് ഇന്നത്തെ ഡിസ്കഷൻ. ഓക്കെ, ഇതൊരു ബ്രീഫായിട്ടുള്ള നോട്ടാണ്. എനിവേ ഇത് കംപ്ലീറ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമുക്ക് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ എന്താണ് സിറ്റുവേഷൻ? ഇഫ് ദ അസറ്റ് ഈസ് സെക്യൂർഡ് ബൈ ദി എസ്എസ്സി ഇൻ ദ ഫോളോയിങ് സർക്കംസ്റ്റാൻസസ്, ദ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ദി അസറ്റ് ഷാൽ ബി ഡീംഡ് ടു ബി ദ കോസ്റ്റ് ഫോർ വിച്ച് ദ പ്രീവിയസ് ഓണർ ഓഫ് ദി പ്രോപ്പർട്ടി അക്വയർഡ് ഇറ്റ്. അപ്പോൾ അതിൽ ഒരു എക്സാമ്പിൾ പറയാം. Acquisition of a property under a gift or a will. ഗിഫ്റ്റായിട്ട് ഒരാൾക്കൊരു പ്രോപ്പർട്ടി കിട്ടുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് നിങ്ങളുടെ പാരൻസ് ആരെങ്കിലും പ്രോപ്പർട്ടി തരികയാണ്, അല്ലെങ്കിൽ അണ്ടർ വിൽ പ്രകാരമാണ് കിട്ടുന്നത് എങ്കിൽ യു ആർ ഇൻകറിങ് നോ കോസ്റ്റ് ഫോർ അക്വയറിങ് ദാറ്റ് പ്രോപ്പർട്ടി അല്ലേ. അപ്പോൾ നിങ്ങളത് സെല്ല് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? സെയിൽസ് പ്രൊസീഡ്സിൻ്റെ അകത്തുനിന്ന് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്, സെല്ലിംഗ് എക്സ്പെൻസസ് ഇത്രയും ഡിഡക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ വിൽ ബി എ ഹ്യൂജ് എമൗണ്ട്. അവിടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇല്ല എന്നുള്ളതല്ല, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പാരൻറ്റ് നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങളുടെ പാരൻറ്റ് സ്പെൻഡ് ചെയ്ത കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എത്രയുണ്ടോ അതാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷനായിട്ട് എടുക്കുക. ഇനി നിങ്ങളുടെ പാരൻറ്റും അത് അക്വയർ ചെയ്തതല്ല, അത് നിങ്ങളുടെ ഫാദർ അല്ലെങ്കിൽ നിങ്ങളുടെ മദറിന് അവരെ ഫാദർ വില്ല് അല്ലെങ്കിൽ അണ്ടർ വിൽ അല്ലെങ്കിൽ ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ് എങ്കിൽ അപ്പോൾ എന്താണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ? നിങ്ങളുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷനാണ് അവിടെ എന്ത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ പറയുന്ന കേസസിലൊക്കെ കോസ്റ്റ് ടു ദ പ്രീവിയസ് ഓണർ ഈസ് ഇൻക്രീസ്ഡ് ബൈ ദ കോസ്റ്റ് ഓഫ് എനി ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ദി അസറ്റ് ഇൻകേർഡ് ഓർ ബോൺ ബൈ ദി പ്രീവിയസ് ഓണർ ഓർ ദി എസ്എസ്സി ആസ് ദ കേസ് മേ ബി ടിൽ ദ ഡേറ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ദി അസറ്റ് ബൈ ദി എസ്എസ്സി. Means if your father is incurring some expenses for the improvement of that property, that will be treated as the cost of improvement which you are allowed to be deducted. Okay, അപ്പോൾ cost of the previous owner is increased by the cost of improvement. ഇനി പ്രീവിയസ് ഓണർ അതിന് ക്യാപിറ്റൽ അസറ്റ് അക്വയർ ചെയ്തത് ഈ പറഞ്ഞ നമ്മൾ ഇനി പറയാൻ പോകുന്ന ഈ മോഡൽ ഏതെങ്കിലും ഗിഫ്റ്റായിട്ടോ വില്ലായിട്ടോ അല്ലെങ്കിൽ സക്സഷൻ ഓഫ് ദി പ്രോപ്പർട്ടി അങ്ങനെ എങ്ങനെയെങ്കിലും കിട്ടിയതാണെങ്കിൽ നിങ്ങളുടെ പാരൻ്റാണ് നിങ്ങൾക്ക് തന്നത് ഫ്രീ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇല്ല. നിങ്ങളുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് എത്രയാണോ നിങ്ങളുടെ പാരൻറ്റ് ഇൻകർ ചെയ്ത കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അതാണ് നിങ്ങളുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഇനി ഫാദറും അത് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്, ഗ്രാൻഡ് ഫാദർ കൊടുത്തതാണെങ്കിൽ വാട്ട് ഈസ് ദ എമൗണ്ട് incurred as cost of acquisition by the grandfather, that will be the cost of acquisition for you for the computation of capital gain. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി എന്തൊക്കെയാണ് എപ്പോഴൊക്കെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ദ പ്രീവിയസ് ഓണർ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കുന്ന സിറ്റുവേഷൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓൺ പാർഷ്യൽ ഓർ ടോട്ടൽ പാർട്ടീഷൻ ഓഫ് എ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. HUF ഡിവൈഡ് ചെയ്യുമ്പോൾ HUFൻ്റെ പ്രോപ്പർട്ടീസ് വിൽ ബി ഷെയർഡ് ബിറ്റ്വീൻ ദി മെമ്പേഴ്സ് എമംഗ് ദി മെമ്പേഴ്സ് ഓഫ് ദി ഫാമിലി. അപ്പം മെമ്പേഴ്സ് അത് സെല്ല് ചെയ്യണം, അവർക്ക് കിട്ടിയ ഷെയർ അവർ സെല്ല് ചെയ്യാണ്, പ്രോപ്പർട്ടി സെല്ല് ചെയ്യുകയാണെങ്കിൽ മെമ്പേഴ്സിന് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇല്ല. HUFൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷനാണ് അവിടെ കോസ്റ്റ് ഓഫ് അക്വിസിഷനായിട്ട് മെമ്പേഴ്സിൻ്റെ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എടുക്കുക.
അതുപോലെ തന്നെയാണ് അണ്ടർ എ ഗിഫ്റ്റ് ഓർ വിൽ. ഇപ്പം നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ഓൺ സക്സഷൻ ഓർ ഇൻഹെറിറ്റൻസ്. സക്സഷൻ അല്ലെങ്കിൽ ഇൻഹെറിറ്റ് ചെയ്ത പ്രോപ്പർട്ടി, അങ്ങനെ കൈമാറി വന്ന പ്രോപ്പർട്ടി ആണെങ്കിൽ അവിടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ദ പ്രീവിയസ് ഓണർ ആണ്, റൈറ്റ്. പിന്നെ ലിക്വിഡേഷൻ ഓഫ് എ കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ദ അസറ്റ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദി പ്രോപ്പർട്ടീസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദി ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി കമ്പനി. ഇൻ ദാറ്റ് കേസ് the shareholders are incurring no cost of acquisition for computing their capital gain. If the shareholders are selling that property, whatever amount of cost incurred by the company as cost of acquisition, that will be taken as the cost of acquisition. Okay, on transfer by a subsidiary company to a holding company or by a holding company to a subsidiary company, രണ്ട് കേസിലും സബ്സിഡിയറി കമ്പനി ഹോൾഡിംഗ് കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഹോൾഡിംഗ് കമ്പനിക്ക് അവിടെ എന്തില്ല? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആക്ച്വലി ഇല്ല. പക്ഷേ സബ്സിഡിയറി കമ്പനീൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷനാണ് ഹോൾഡിംഗ് കമ്പനി എന്തായിട്ട് എടുക്കുക? കോസ്റ്റ് ഓഫ് അക്വിസിഷനായിട്ട് എടുക്കുക. ഇഫ് ദാറ്റ് അസറ്റ് ഈസ് സോൾഡ് ബൈ ദി ഹോൾഡിംഗ് കമ്പനി. നേരെ തിരിച്ചാണെങ്കിലും ഹോൾഡിംഗ് കമ്പനിയാണ് സബ്സിഡിയറി കമ്പനിക്ക് കൊടുക്കുന്നത് എങ്കിൽ സബ്സിഡിയറി കമ്പനി ആ അസറ്റ് സെല്ല് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യാൻ ഹോൾഡിംഗ് കമ്പനി ഇൻകർ ചെയ്ത കോസ്റ്റ് ഓഫ് അക്വിസിഷനാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷനായിട്ട് എടുക്കേണ്ടത്. Likewise, in case of amalgamation and where a member converts his self-acquired property to the property of HUF. Converted property നിങ്ങൾക്ക് അറിയുണ്ടാവും. Converted property എന്ന് പറഞ്ഞാൽ എന്താണ്? Self-acquired property if that is thrown into the common pool of Hindu undivided family HUF, that will become the property of the family. If the family is disposing, if the family is transferring that security, property, in that case, the cost of acquisition of the family will be the cost of acquisition of the member who converts his property into the property of the family. മനസ്സിലായല്ലോ? ഫാമിലീൻ്റെ പ്രോപ്പർട്ടി ആക്കി മാറ്റുകയാണ് പേഴ്സണൽ പ്രോപ്പർട്ടി എങ്കിൽ, ഫാമിലി അത് സെല്ല് ചെയ്യുകയാണെങ്കിൽ ഫാമിലീൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് മെമ്പർ എത്രയ്ക്കാണോ അത് അക്വയർ ചെയ്തത് അതാണ്. ഓക്കെ, ഓൺ സക്സഷൻ ഓഫ് എ സോൾ പ്രൊപ്രൈറ്ററി കൺസേൺ ബൈ എ കമ്പനി. ഇഫ് എ സോൾ പ്രൊപ്രൈറ്ററി കൺസേൺ ഈസ് എന്താണ് ചേഞ്ച്ഡ് ഇൻ ടു എ കമ്പനി, in that case also the cost of acquisition will be the cost of acquisition of the sole proprietary concern. അപ്പോൾ ഇത്രയല്ല, ഇനിയും കുറേ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് പറയാനുണ്ട്. എനിവേ ഇതാണ് അതിൻ്റെ ഒരു കണ്ടൻസ്ഡ് ഫോർമാറ്റ്. ഇത്രയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കണം. ഈ പറഞ്ഞ കേസസിലൊക്കെ അസറ്റ് സെല്ല് ചെയ്യുന്ന അസസിക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ദ പ്രീവിയസ് ഓണറാണ്. ഓക്കെ, ഇനി I will show you one example that is so easy. Mrs. Urmila bought jewelry in 2006 June for rupees 10 lakhs. She transferred the same to her daughter Jisha in July 2008. Jisha sold the jewelry in February 2020 for 28 lakhs rupees. Compute taxable capital gain of Jisha for the assessment year 2021. നമ്മളുടെ പ്രീവിയസ് ഇയറിലാണ് അത് സെല്ല് ചെയ്തത്. 2019-20 ഫെബ്രുവരി 2020 ജിഷ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ ജിഷേൻ്റെ ക്യാപിറ്റൽ ഗെയിനാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ജിഷ ഈ ജുവല്ലറി അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് കോസ്റ്റ് ഒന്നും അല്ലെങ്കിൽ ജിഷ സ്പെൻഡ് നത്തിങ് ഫോർ അക്വയറിങ് ദാറ്റ് ജ്വല്ലറി അല്ലേ, ദാറ്റ് ഷീ റിസീവ്ഡ് ആസ് എ ഗിഫ്റ്റ് ഫ്രം ഹെർ മദർ. അപ്പോൾ ഇവിടെ ഊർമിള എന്ന് പറയുന്നത് ജിഷേൻ്റെ മദറിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷനാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷനായിട്ട് എടുക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കേസസിലൊക്കെ ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് വെദർ ദ ക്യാപിറ്റൽ അസറ്റ് ഈസ് ഷോർട്ട് ടേം ഓർ ലോങ് ടേം, ഇൻ ഓൾ ദീസ് കേസസ് the period of holding of the previous owner shall be taken into consideration. അപ്പോൾ അത് ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ നമ്മൾ ഡിസൈഡ് ചെയ്യുമ്പോൾ പ്രീവിയസ് ഓണറിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷനാണ് നമ്മൾ കോസ്റ്റ് ഓഫ് അക്വിസിഷനായിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഓണറിൻ്റെ ഹോൾഡിംഗ് പീരീഡാണ് നമ്മൾ എന്തിന് കൺസിഡർ ചെയ്യുക? ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ അസറ്റ് എന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. And the benefit of indexation will be available from the year in which the asset was first held by the previous owner. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻഡെക്സ് ചെയ്യുമ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ ഇൻഡെക്സ് ചെയ്യണം കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അല്ലേ. അപ്പോൾ നമ്മൾ ഇൻഡെക്സ് ചെയ്യുമ്പോൾ പ്രീവിയസ് ഓണറിൻ്റെ
ഹോൾഡിംഗ് പീരിയഡ് നോക്കിയിട്ടാണ് ഇൻഡെക്സ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ഇവിടെ 2006 ഊർമിള ജ്വല്ലറി പർച്ചേസ് ചെയ്യുന്നത്. അത് 2008 ജിഷയ്ക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലേ, അല്ലെങ്കിൽ ജിഷയ്ക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ 2008 ഇൻഡെക്സ് വെച്ചിട്ടല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കോസ്റ്റ് ഓഫ് അക്വിസിഷനെ ഇൻഡെക്സ് ചെയ്യേണ്ടത്. വെൻ ദ അസറ്റ് വാസ് ഹെൽഡ് ബൈ ദി പ്രീവിയസ് ഓണർ ഫോർ ദ ഫസ്റ്റ് ടൈം, അത് മുതലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടുക. അപ്പോൾ അത് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഹോൾഡിംഗ് of the previous owner, and the benefit of indexation will also be available from the year in which the asset was first held by the previous owner. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സെയിൽസ് പ്രൊസീസ് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ല എങ്കിൽ ജിഷേൻ്റെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് 28 lakhs ഫുള്ള് ക്യാപിറ്റൽ ഗെയിൻ ആവുമായിരുന്നു അല്ലേ. അപ്പം അങ്ങനെയല്ല നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ദ പ്രീവിയസ് ഓണർ എടുക്കാം, അത് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡെക്സ് ചെയ്തിട്ട് ദാറ്റ് കോസ്റ്റ് ഓഫ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഡിഡക്റ്റ് ചെയ്താൽ കിട്ടുന്നതാണ് ക്യാപിറ്റൽ ഗെയിൻ. നമുക്ക് സൊല്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. 28 lakhs ആണ് സെയിൽസ് പ്രൊസീഡ്സ്. കോസ്റ്റ് ഓഫ് ദ പ്രീവിയസ് ഓണർ 10 lakhs, ദാറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ദാറ്റ് ഈസ് എ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്, സോ ദാറ്റ് വി ഹാവ് ടു ഇൻഡെക്സ് ഇറ്റ്. ഇൻഡെക്സ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, കോസ്റ്റ് ഇൻറ്റു കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓഫ് ദി ഇയർ ഓഫ് സെയിൽ. എന്നാൽ അത് സെല് ചെയ്യുന്നത് 2020 സെല് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ എന്താണ് 1920 ഇൻഡെക്സ്, 1920 കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് 289 ആണ്. ലാസ്റ്റ് ഡേ ഐ ഷോഡ് യു ദ ടേബിൾ, CII ടേബിൾ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. അപ്പോൾ ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻറ്റു CII ഓഫ് ദ ഇയർ ഓഫ് സെയിൽ ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓഫ് ദി ഇയർ ഇൻ വിച്ച് ദ അസറ്റ് വാസ് ഹെൽഡ് ബൈ ദി SSE. അപ്പോൾ ഇവിടെ ജിഷയ്ക്ക് കിട്ടുന്നത് 2008 2006-7 ഇൻഡെക്സ് ആണ് നമ്മൾ എന്തിനെടുക്കുക, ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കുക. എന്ന് വെച്ചാൽ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് പ്രീവിയസ് ഓണർ എന്നാണോ ഹോൾഡ് ചെയ്തത് അത് മുതൽ കിട്ടും. ഓക്കെ, ദിസ് ഈസ് ദ സൊല്യൂഷൻ. 28 lakhs നെറ്റ് കൺസിഡറേഷൻ, വേറെ എക്സ്പെൻസസ് ഒന്നും ഇൻകർ ചെയ്തിട്ടില്ല. സോ ദാറ്റ് ഈസ് ദ നെറ്റ് കൺസിഡറേഷൻ, ഓർ ദാറ്റ് ഈസ് ദ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ, ഓർ സിംപ്ലി ദാറ്റ് ഈസ് ദ സെയിൽസ് പ്രൊസീഡ്സ് ലെസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. 10 lakhs ആണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻറ്റു 289. നമ്മളുടെ ഈ ഇയറിലാണ് സെല് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇയറിൻ്റെ 1920 CII 289 ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓഫ് ദി ഇയർ ഓഫ് 2006-7. അന്നാണ് അമ്മ അല്ലെങ്കിൽ മിസ്സിസ് ഊർമിള ജ്വല്ലറി പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ 122. So the cost of acquisition is 23,68,852. So that the long term capital gain is 4,31,148, which is the taxable long term capital gains in the hands of Miss Jisha. Clear no? So that's all about it. So simple. Hope it is clear. Okay.